ഹേ എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാനൊരു ട്രേഡിംഗ് സൈക്കോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. സോ ദി സെൻ ട്രേഡർ എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഈ ഒരു ബുക്കിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ലെസൺസ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. ഇത് വായിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ട്രേഡേഴ്സ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സൈക്കോളജി റിലേറ്റഡ് ഇഷ്യൂസ് ഒരുപാട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ അതിനെയൊക്കെ സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു. എങ്ങനെ ട്രേഡിങ്ങിനെ മെൻ്റലി എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു ക്ലിയർ ആൻഡ് കൺസീസ് വ്യൂ ഈ ഒരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആമസോണിൽ അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ പേര് ദി സെൻ ട്രേഡർ എന്നാണ്. ഓക്കെ, സെൻ ട്രേഡർ. സോ ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത് പീറ്റർ കാസിലാണ്. അദ്ദേഹം ഒരു ട്രേഡറാണ്, പിന്നെ ഒരു സെൻ മോങ്ക് ആണ്. സോ സെൻ മോങ്ക് എന്ന് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മൾ ബുദ്ധിസ്റ്റ് പോലുള്ള ആൾക്കാരല്ലേ. സോ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളിയുടേത്. സോ ഒരു സീസൺ ട്രേഡറാണ്, പിന്നെ ഒരു സെൻ മോങ്ക് കൂടിയാണ്. സോ എങ്ങനെ ആ ഒരു സെൻ, എന്താ പറയുക, ഒരു മോങ്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കുറേ ആ ലൈഫ് സ്റ്റൈലിലൂടെ അദ്ദേഹം പഠിച്ച കുറേ കാര്യങ്ങളിൽ നിന്നും എങ്ങനെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രേഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത് എങ്ങനെ സൈക്കോളജി റെഡിയാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബുക്കിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ. ആൻഡ് ആ ലെസൺസ് അപ്രോച്ച് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ട്രേഡിംഗ് ലൈഫിനെ നമുക്ക് സ്വയം ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടും. ഓക്കെ. സോ ഈ ഒരു ബുക്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മെൻ്റൽ ക്ലാരിറ്റി, ദെൻ ഡിസിപ്ലിൻ. സോ നമുക്ക് എല്ലാവർക്കും ഇവഞ്ച്വലി നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ്, ഒരു പ്രോപ്പർ മെൻ്റൽ ക്ലാരിറ്റിയും പ്രോപ്പർ ഡിസിപ്ലിനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ട്രേഡിങ്ങിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഞാൻ പോലും, നമ്മൾ പലരും എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണ്, ഒരു ഗ്യാംബ്ലിംഗ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ്. അതായത് ഒരു ഗെറ്റ് ക്വിക്ക് റിച്ച് എന്ന് പറയുന്ന ഒരു സ്കീമാണിത്. പെട്ടെന്ന് കാശുണ്ടാക്കാം എന്നുള്ളൊരു രീതിയിൽ, ആ ഒരു എന്താ പറയുക, രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്താണ് നമ്മൾ ട്രേഡിങ്ങിലേക്ക് എത്തിയത് അല്ലേ. സോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഹാർഡ് റിയാലിറ്റീസ് നമ്മളിതിൽ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 1000-ൽ ഒരാൾക്കൊക്കെ ഒരു ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്ത ഒരാൾക്ക് മേ ബി കുറച്ച് കാശുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ബട്ട് ബാക്കിയുള്ള അത്രയും പേർക്കും ഇവഞ്ച്വലി റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതൊരു ഗെറ്റ് ക്വിക്ക് റിച്ച് സ്കീമല്ല എന്നും പെട്ടെന്ന് ഇതിൽ നിന്ന് കാശുണ്ടാക്കി പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാമെന്നുള്ള ഒരു കാര്യം, അത് ട്രേഡിങ്ങിൽ പോസിബിൾ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും അല്ലേ. സോ അതിനൊക്കെ ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ട്രേഡിങ്ങിന് നമുക്ക് എന്താ പറയുക, സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പ്ലസ് നമ്മൾ എക്സ്ട്രീംലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ഓക്കെ, ഈവൻ ലൈഫിലും ഈവൻ ട്രേഡിങ്ങിലും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം. സോ ഈ ഒരു മെൻ്റൽ ക്ലാരിറ്റിയും ട്രേഡിങ്ങിൽ എങ്ങനെ ഒരു മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് അപ്രോച്ച് ചെയ്യാമെന്നും എങ്ങനെ ഡിസിപ്ലിനോട് കൂടി ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാമെന്നും എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് ഈ ഒരു ബുക്കിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് ഈ ബുക്കിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, ഈ ബുക്കിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സോ ദ ഡുവൽ ചലഞ്ചസ് ഇൻ ട്രേഡിങ്. എന്താണ് ഇത്? ദ ഡുവൽ ചലഞ്ചസ് ഇൻ ട്രേഡിങ്. ഡുവൽ എന്ന് പറയുമ്പോൾ രണ്ട് ചലഞ്ചസ് അല്ലേ. സോ നമ്മൾ കോമൺ ആയിട്ട് ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന രണ്ട് മേജർ ആയിട്ടുള്ള ചലഞ്ചസിനെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്തിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എ കൺസിസ്റ്റൻറ്റ് ട്രേഡിംഗ് മെത്തേഡ്. ഒരു കൺസിസ്റ്റൻറ്റ് ട്രേഡിംഗ് മെത്തേഡ് ഇല്ലാത്തതും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫെയിലിയർ ടു ദ ചോസൺ മെത്തേഡ്. ഒരു കൃത്യമായിട്ടുള്ളൊരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ അല്ലേ. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സ് മേ ബി ഇവിടെ ഉണ്ടായിരിക്കാം. സോ ഇവരെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളും കടന്നു പോയ ഒരു വഴിയാണിത്. അത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് വരുന്നു. ഒരു ഗ്യാംബ്ലിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി ട്രേഡിങ്ങിലേക്ക് വരുന്നു. ഇവഞ്ച്വലി നമ്മൾ അതിൻ്റെ ഹാർഡ് റിയാലിറ്റീസ് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാവുന്നു. ദെൻ കുറേ പേരൊക്കെ അവിടെ ട്രേഡിങ്ങിന് ഇട്ടിട്ട് പോകും. കുറച്ച് പേരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇതിൻ്റെ ഒരു ഇത് എങ്ങനെയെങ്കിലും ഇതെനിക്ക് മാസ്റ്റർ ചെയ്തെടുക്കണം എന്നുള്ളൊരു ആകാംക്ഷയോടു കൂടി ആഗ്രഹത്തോടു കൂടി അവർ വീണ്ടും ഇതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഇവർക്ക് മനസ്സിലാവും, നമുക്കെല്ലാം മനസ്സിലാവും. ഇതിനെ നമുക്കങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സക്സസ് കിട്ടും എന്നുള്ളൊരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവും അല്ലേ. സോ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മൾ യൂട്യൂബിലൊക്കെ പോയിട്ട് ഒരുപാട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് ഈ ട്രേഡിങ്ങിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. സോ ഇതിലേതെങ്കിലും ഒരു സ്ട്രാറ്റജി കണ്ടുപിടിച്ചിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കും അല്ലേ. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്യൂബിലൊക്കെ എത്തി ഒരുപാട് സ്ട്രാറ്റജീസിൻ്റെ പുറകെ നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ആകെ പ്രാന്തായി തുടങ്ങും. ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എല്ലാം പുകയാണ്. ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയും ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിയും SMC കൺസെപ്റ്റും ICT കൺസെപ്റ്റും ഇതെല്ലാം കൂടെയൊക്കെ മിക്സ് ആയിട്ട് ആകെ ഒരു പുകയായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. ഇതെല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത് പാർട്ട് ഓഫ് ദ ജേണിയാണ്. ഒട്ടുമിക്ക ട്രേഡേഴ്സും ഈ ഒരു ഫേസിലൂടെ കടന്നു പോയിട്ട് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇത് ആക്ച്വലി സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് കയറി പോവാണ്. ഓക്കെ, ഒരു 100 സ്റ്റെപ്പുള്ള സ്റ്റെയർ കേസ് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നും 100ാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് ചാടി പോകാൻ വേണ്ടി കഴിയില്ലല്ലോ. നമ്മൾ ഓരോ സ്റ്റെപ്പും കയറി കയറി പോയാലേ പറ്റൂ. സോ അതേപോലൊരു ഫേസിലാണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 10ാമത്തെ സ്റ്റെപ്പിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് നിൽക്കുകയാണെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവഞ്ച്വലി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജെന്യുവിൻലി വിത്ത് പർപ്പസ്, ക്ലിയർ പർപ്പസോട് കൂടി, ക്ലിയർ അജണ്ടയോട് കൂടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജെന്യുവിനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റും. സോ ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു എല്ലാ ട്രേഡേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ലാക്ക് ഓഫ് എ കൺസിസ്റ്റൻറ്റ് ട്രേഡിംഗ് മെത്തേഡ്. സോ ഇത്രയും ട്രേഡിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ കണ്ടുപിടിച്ചു, ആകെ പോകയായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അല്ലേ. സോ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക ഒരു കാര്യം, നിങ്ങൾ മനസ്സിലാക്കുക, ഈ മാർക്കറ്റിൽ ഹോളി ഗ്രെയിൽ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ഇല്ല. പലരും പറയും, ബ്രേക്കൗട്ട് ട്രേഡേഴ്സ് പറയും, ഓക്കെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ആണ് ഏറ്റവും വലിയ ട്രേഡിംഗ് മെത്തേഡ്, ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന ട്രേഡ് അതാണെന്ന് പറയും. ICT ട്രേഡേഴ്സ് അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് പറയും, നോ ICT ആണ് ഹോളി ഗ്രെയിൽ, ICT കൂടെ മാത്രമേ കാശ് ഉണ്ടാക്കാൻ പറ്റൂ, അങ്ങനെ പറയും. സോ ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സത്യമല്ല. ട്രേഡിങ്ങിൽ എന്ത് എപ്പം എവിടെ മാർക്കറ്റിൽ എന്ത് എപ്പോൾ എവിടെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. 100% ഉറപ്പ് ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. മാർക്കറ്റ് അതിൻ്റെ രീതിയിലാണ്. ഇതിൽ ഒരുപാട് മാനിപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഗെയിംസാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് അതിൻ്റെ രീതിയിൽ പൊക്കോളും. നമ്മൾ ഇതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട യാതൊരു കാര്യമില്ല. സോ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സ്ട്രാറ്റജീസും വർക്കാവും. ഈ പറയുന്ന ബ്രേക്കൗട്ട് സ്ട്രാറ്റജി ആണെങ്കിലും ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ആണെങ്കിലും SMC ഓർ ICT കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം വർക്കാവും. പക്ഷേ ഈ ഓരോ സ്ട്രാറ്റജി യൂസ് ചെയ്ത് 100 ട്രേഡ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 100 ട്രേഡ്സും വർക്കാവുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി ഇതിലൊരു 50 ട്രേഡ്സ് വർക്കായേക്കാം, മേ ബി ഒരു 60 ട്രേഡ്സ് വർക്കായേക്കാം. ചില കൺസെപ്റ്റിൽ ചിലപ്പോൾ ഒരു 40 ട്രേഡ്സ് ഒക്കെ വർക്കാവുള്ളൂ. സോ റിയാലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വർക്കാവും. മെജോറിറ്റി ഓഫ് ദ ടൈമും വർക്കാവുന്ന ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ടാസ്ക്. നിങ്ങളിപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ടൈം റിപ്പീറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ കാണുന്ന, അല്ലെങ്കിൽ ഒരു 100 ട്രേഡ് എടുക്കുമ്പോൾ 60 ട്രേഡ്സ് 50 ട്രേഡ്സ് ഒക്കെ സക്സസ് റേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു അജണ്ട. സോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് ICT കൺസെപ്റ്റ്. ഞാൻ ആദ്യമേ ബ്രേക്കൗട്ട് ട്രേഡ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. SMC കൺസെപ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ICT ഫുൾ കൺസെപ്റ്റ് അല്ല, അതിലെ കുറച്ച് OB ഒക്കെ യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവഞ്ച്വലി ഞാൻ മനസ്സിലാക്കിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരുപാട് അങ്ങോട്ട് സക്സസ് ആവുന്നില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ICTയിലേക്ക് ഞാൻ വരുന്നത്. സോ ICTൻ്റെ വീഡിയോസ് തന്നെ കണ്ടിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ICT എന്ന് പറയുന്ന കൺസെപ്റ്റിൽ അത്യാവശ്യം വിന്നിങ് റേറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. സോ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഞാൻ ഇനി ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ICT കൺസെപ്റ്റ് യൂസ് ചെയ്ത് മാത്രമേ ട്രേഡ് ചെയ്യൂ എന്നുള്ളൊരു ഫിക്സഡ് ഡിസിഷൻ ഞാൻ എടുത്തു. ഇനി ICT എന്താണോ അതിനെക്കുറിച്ച് ഞാൻ മാക്സിമം ഡിഗ് ചെയ്ത് അതിനെക്കുറിച്ച് മാക്സിമം റിസർച്ച് ചെയ്ത്
പഠിച്ചെടുക്കും എന്നുള്ളൊരു വാശിയോട് കൂടി ഞാൻ എന്ത് ചെയ്തു, ICT എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു. സോ നിങ്ങളും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ICT തന്നെ ചെയ്യണം എന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ്, ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡ് ഒരുപാട് ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വർക്കാവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുക, നല്ല രീതിയിൽ അതിനെ വർക്കൗട്ട് ചെയ്ത് എടുക്കുക. ഒരു മെത്തേഡ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ. ഇനി രണ്ടാമത്തെ ചലഞ്ചാണ് ഫെയിലർ ടു അതർ ടു ദ ചോസൺ മെത്തേഡ്. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ ICT സ്ട്രാറ്റജിയിലേക്ക് ഞാൻ വന്നു ഇല്ലേ. സോ ICT ട്രേഡ് ചെയ്യുന്നവർക്കറിയാം, ഒരു കടൽ കണക്കാണ്. ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ICT കൺസെപ്റ്റിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വേറെ കൺസെപ്റ്റുകൾ വരുന്നുണ്ടെന്ന് അറിയാം അല്ലേ. ഫോർ എക്സാമ്പിൾ പവർ ഓഫ് 3, MMXM, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, OT എൻട്രീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാം. സോ ഇതിൽ നിന്ന് ഒരു മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്ത് എടുക്കുക. ഓക്കെ, ഒരു മെത്തേഡ് ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന, നമുക്ക് പേഴ്സണലി ഓക്കെ ആയിട്ട് തോന്നിയ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്യലാണ് അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. സോ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എല്ലാ ട്രേഡേഴ്സും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ മേ ബി പുറത്തുണ്ടാവാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു മെത്തേഡ് കണ്ടുപിടിക്കുക, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഓക്കെ, ആ ഒരു കാര്യത്തിൽ മാക്സിമം ഒരുപാട് ട്രേഡ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കറണ്ട് മാർക്കറ്റിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റേജിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നിങ്ങൾക്കിതിനെ തരണം ചെയ്ത് വരാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒബ്വിയസ്ലി പറ്റുന്ന കേസ് തന്നെയാണ്. ഓക്കെ. പിന്നെ ഈ ബുക്കിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു കേസാണ് നമ്മളുടെ ഈ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഇമോഷണൽ ട്രാപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ഇതൊക്കെയാണ്: ഫിയർ, ഗ്രീഡ്, അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കംസ്, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ. ഒബ്വിയസ്ലി ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു ട്രേഡർ ആവാൻ വേണ്ടി പറ്റില്ല. നമ്മളൊരു ട്രേഡിംഗ് കരിയറിലൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? നമ്മളുടെ ഒരു ട്രേഡിൽ ഓണസ്റ്റ്ലി ഞാൻ പറയാണ്, മോണിറ്ററിൻ്റെ മുമ്പിൽ ട്രേഡ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇരുന്ന് വിയർത്തിട്ടുണ്ട്. ഓക്കെ. സോ ഫിയർ, ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും ആസ് എ ബിഗിനർ ട്രേഡർ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. മേ ബി നിങ്ങളൊരു ചെറിയ എമൗണ്ടൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ, ചെറിയ എമൗണ്ടൊക്കെ റിസ്ക് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫിയർ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഡെമോ അക്കൗണ്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫിയർ വന്നിട്ടുണ്ടാവില്ല. ബട്ട് നല്ലൊരു എമൗണ്ട് റിയൽ മണി മാർക്കറ്റിലേക്ക് ഇറക്കി കളിക്കുമ്പോഴേക്കും ഡെഫിനറ്റ്ലി ഈ ഫിയർ എന്ന് പറയുന്ന സാധനം അത് നിങ്ങളെ ഹിറ്റ് ചെയ്യും. ഓക്കെ. സോ ഈ ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷനെ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ആദ്യമേ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ കുറച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് കിട്ടുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഒരു യൂഫോറിക് സ്റ്റേറ്റിൽ പോയിട്ട് അവർ പറയും, ഓക്കെ ഇത് അടിപൊളി പരിപാടിയാണ്, എന്നാൽ പിന്നെ ഇത് തന്നെ അങ്ങ് ഫുൾ ടൈം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ടൊക്കെ ഇറക്കി അങ്ങോട്ട് ചെയ്യും, നല്ല രീതിയിൽ പണി കിട്ടും. സോ ഇതിന് ഗ്രീഡെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, കുറച്ച് പ്രോഫിറ്റൊക്കെ കിട്ടി തുടങ്ങും, അത്യാവശ്യം ഒന്ന് കൺസിസ്റ്റൻ്റ് ആയി തുടങ്ങുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾക്കാർ ആ ഒരു യൂഫോറിക് സ്റ്റേറ്റിൽ പോയിട്ട് കൂടുതൽ എമൗണ്ട് കൊണ്ടിടും. അങ്ങനെ ഈ ഒരു ഇതിനൊക്കെ ഗ്രീഡെന്ന് പറയും. പിന്നെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് വരുമ്പോഴേക്കും നമുക്കൊരു പേടി വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസിനെ ഒന്ന് താഴേക്ക് കൊണ്ടുപോയി വെക്കും. സോ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ഇല്ലാത്തതുകൊണ്ടാണ് എങ്ങനെ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം, എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തു, സോ എന്തിന് ഞാൻ ഇത്ര എമൗണ്ട് റിസ്ക് ചെയ്തു എന്നൊന്നും ഒരു പ്രോപ്പറായിട്ട് ഒരു ഐഡിയ ഇല്ലാതെ ആ ഒരു ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകേണ്ടി വരുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും എന്താ പറയുക, സെൽഫ് ഡൗട്ട് അടിച്ചത് ഇതിൽ നിന്നൊന്നും മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫിയർ, ഗ്രീഡ് എന്നൊക്കെ പറയുന്ന കാര്യം എല്ലാവരും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്.
സോ നിങ്ങളിപ്പോൾ ഈ ഒരു ഫേസിലാണ്, അതായത് ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അന്നത്തെ പോലെ ലൂസ് ആവുമോ എന്നൊക്കെയുള്ള ഡൗട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് എത്ര ട്രേഡ് ചെയ്തിട്ടും മതിയാവുന്നില്ല, വീണ്ടും വീണ്ടും ട്രേഡ്സ് എടുക്കാൻ വേണ്ടി തോന്നുകയാണ്, റിവെഞ്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയാണ്. ഇന്ന് കിട്ടിയ ഫസ്റ്റ് ട്രേഡിൽ കിട്ടിയ ലോസ് അടുത്ത ട്രേഡിൽ എനിക്ക് പിടിച്ചേ പറ്റൂ എന്നൊക്കെയുള്ളൊരു തോട്ട് നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. സോ ഇതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ട്രേഡിംഗ് ജേണി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, ട്രേഡിംഗ് ജേണി, ട്രേഡിംഗ് എന്ന് പറയുന്ന കരിയർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇമോഷൻസ് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ, ഡെഫിനറ്റ്ലി ഇത് വെച്ചിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡിലൂടെ നിങ്ങൾ പോയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ മറ്റൊരു ഇമോഷനാണ് അറ്റാച്ച്മെൻറ്റ്. അതായത് ഇപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്തു, ട്രേഡ് എടുത്തതിന് ശേഷം മേ ബി ആ ഒരു ട്രേഡ് എനിക്ക് ലൂസ് ആയേക്കാം. പ്രോബബ്ലി ലൂസ് ആവാൻ തന്നെയാണ്. ബിഗിനർ ആണോ നിങ്ങൾക്ക് ലൂസ് ആവാൻ തന്നെയാണ് ചാൻസസ് കൂടുതലും. അപ്പോൾ അടുത്ത ട്രേഡിൽ എനിക്ക് എങ്ങനെയും ഈ ലോസ് കവർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരവസ്ഥ, എന്താകും എന്നൊക്കെ നോക്കി ഇങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് വിയർക്കുന്ന ആ ഒരു അവസ്ഥ. ഓക്കെ, അത്രയും അത് ശരിക്കും നമ്മൾ ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കമ്മിനോട് അത്ര അറ്റാച്ച്ഡ് ആയി പോയിട്ടാണ് നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരുന്നത്. സോ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഈ ബുക്കിൽ നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഇമോഷൻസ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. ഇമോഷൻസ് ഇൻ ട്രേഡിങ് കോമൺ ആണ്, കാരണം നമ്മൾ കാശ് വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇത് മാറ്റിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വേയിൽ ഞാൻ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു റിയാലിറ്റി കൂടി മനസ്സിലാക്കാം. ഓക്കെ, സോ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എംബ്രേസിങ് സെൻ പ്രിൻസിപ്പിൾ ഇൻ ട്രേഡിങ്. സോ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ സെൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഈ സെൻ മാസ്റ്റേഴ്സൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ഉള്ളത്, അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ ഫിലോസഫിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ട്രേഡിങ്ങിൽ റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷൻ, അതായത് ഔട്ട്കംസ്, അറ്റാച്ച്മെൻറ്റ് ടു ഔട്ട്കംസ്, ഇതിനെ റിലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ. നിങ്ങളൊരു ട്രേഡ് എടുത്തു, ആ ഒരു ട്രേഡ് എന്താ പറയുക, പ്രോഫിറ്റിൽ തന്നെ എൻഡ് ചെയ്യണം എന്നുള്ളൊരു വാശി, ഓക്കെ, എന്നുള്ളൊരു അതിയായ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉള്ളൊരവസ്ഥയൊക്കെ നമുക്ക് വരും. സോ അങ്ങനെ ഉള്ളൊരു അവസ്ഥയെ മാറ്റി വെച്ചിട്ട് ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കം എന്താണോ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു റിയാലിറ്റി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ട്രേഡിൻ്റെ റിസൾട്ട് എന്താണോ, ലെറ്റ് ഇറ്റ് ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എനിക്കത് കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് എൻ്റെ സിസ്റ്റത്തിൽ ബിലീഫ് ഉണ്ട്. ഓക്കെ, ഞാനൊരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഞാനൊരു ഓക്കെ, ലെറ്റ്സ് സേ ഞാനൊരു ഗ്യാംബ്ലിംഗ് മൂഡിൽ വന്നതാണ്. ഓക്കെ, ഞാൻ റിയാലിറ്റി മനസ്സിലാക്കി. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പോയാലേ ട്രേഡിങ്ങിൽ സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. സോ ഞാനൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. യൂട്യൂബിലും മെൻറ്റർഷിപ്പ് ത്രൂ ഒക്കെ ഞാനൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതിൽ തന്നെ ഏറ്റവും കൂടുതലും കോമൺ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് എൻ്റെ ലൈഫായിട്ട് അലൈൻ ചെയ്ത് വരുന്നൊരു മെത്തേഡ് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പ്രീവിയസ് ട്രേഡ് ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആൻഡ് കറണ്ട് മാർക്കറ്റിൽ ഞാൻ ഇത് യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ലെറ്റ്സ് സേ ഒരു 100 ട്രേഡിൽ ഓൺ ആൻ ആവറേജ് എനിക്ക് ഒരു 50-60 ട്രേഡ്സ് പോസിറ്റീവ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 40 ട്രേഡ്സ് മാത്രമേ ലൂസിലേക്ക് പോകുന്നുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ആ ഒരു എൻ്റെ സിസ്റ്റത്തിനെ എനിക്ക് ബിലീഫ് ഉണ്ട്. ഓക്കെ, ആ ഒരു സിസ്റ്റത്തിനെ ഞാൻ ബിലീവ് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രേഡിനെ അപ്രോച്ച് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ബി പ്രോഫിറ്റ് ഓർ നെഗറ്റീവ്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ട്രേഡ് അത് പ്രോഫിറ്റ് ആണോ നെഗറ്റീവ് ആണോ അതെനിക്ക് പ്രശ്നമല്ല. എനിക്കറിയാം ഞാൻ എടുക്കുന്ന 100 ട്രേഡിൽ ഓൺ ആൻ ആവറേജ് എന്ത് ചെയ്യും, ഒരു 50 ട്രേഡ്സ് എങ്കിലും
പ്രോഫിറ്റായിട്ട് മാറും എന്നുള്ള ഒരു സ്ട്രോങ് ബിലീഫ് എനിക്കുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഹിസ്റ്റോറിക് ഡേറ്റ ഉണ്ട്. ഞാൻ കറണ്ട് മാർക്കറ്റിൽ ഓൾസോ എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയ ഡേറ്റാസ് എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സോ ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കത്തിനെ കുറിച്ച് ഞാൻ ഒട്ടും ബോധേഡ് ആയിരിക്കില്ല. പ്രോഫിറ്റ് ഓർ ലോസ് പാർട്ട് ഓഫ് ദ ഗെയിം. ഓക്കെ, ഇത് ആ 100 ട്രേഡിൽ ഒരു ട്രേഡ് മാത്രമാണ് ഇതെന്നുള്ളൊരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബിലീഫിനെ, എൻ്റെ സിസ്റ്റത്തിനെ ബിലീവ് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകും. സോ അതുകൊണ്ടാണ്, എനിക്ക് ഈ ഒരു ജസ്റ്റ് ലെറ്റ് ഗോ എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ളൊരു വൺ ഓഫ് ദ റീസൺ ഈ ഫൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു മൂവി കൂടിയാണ്. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ എന്താ പറയുക, നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ ഒരു മൂവിയാണ്. സോ ടൈലർ ഡർഡൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറൊക്കെ ഉണ്ട് അതിലും. സോ അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അലൈൻ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു കാര്യം കൂടിയായിരുന്നു, ആ ഒരു പേഴ്സണാലിറ്റി. സോ അത് ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടപ്പോഴേക്കും കുറേ നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് കാണുന്നുണ്ടായിരുന്നു. ആ ഒരു ലൂസിങ് സിറ്റുവേഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് എനിക്കിങ്ങനെ പതുക്കെ പതുക്കെ ലൂസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. ആ ഒരു ലെറ്റ് ഗോ മൈൻഡ് സെറ്റ് വന്നതിന് ശേഷം ലൂസസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് കിട്ടിയതാണ്. പിന്നെ അത് ബ്രേക്ക് ഈവനൊക്കെ ആയി വന്നു. പിന്നെ അതിന് ശേഷമാണ് പ്രോഫിറ്റ്സ് കണ്ടു തുടങ്ങിയത്. സോ ഈ ഒരു മൈൻഡ് സെറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഗോ ഓഫ് ആ ഒരു മൈൻഡ് സെറ്റ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു അൺസർട്ടനിറ്റീനെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിം മാനിപ്പുലേറ്റഡ് ആണെന്നും ഇതിനെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഈ മാർക്കറ്റിനെ എനിക്ക് മാനിപ്പുലേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും ആ ഒരു റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞ പോലെ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് അതിൽ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്ത് ബാക്ക് ടെസ്റ്റഡ് ഡേറ്റാസ് എടുത്ത് കറണ്ട് മാർക്കറ്റിലെ ഡേറ്റാസൊക്കെ എടുത്ത് ആ ഒരു സിസ്റ്റത്തിനെ ബിലീവ് ചെയ്തുകൊണ്ട് ഈ ഒരു ഗെയിമിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ അൺസർട്ടനിറ്റി, അതിൻ്റെ ഉള്ളിലുള്ള മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പെട്ടെന്ന് കാശൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ ഇവഞ്ച്വലി എനിക്ക് കാശുണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു റിയാലിറ്റി മനസ്സിലാക്കി, ആ ഒരു അൺസർട്ടനിറ്റി ഈ ഒരു ഗെയിമിലുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ട്രേഡിങ്ങിന് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസിങ് ദ നീഡ് ടു പ്രെഡിക്റ്റ് ദ മാർക്കറ്റ് മൂവ്മെൻറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. മാർക്കറ്റിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കോ എനിക്കോ ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം നമുക്ക് എന്ത് കൺട്രോൾ ചെയ്യാം? നമ്മുടെ അപ്രോച്ചിനെ കൺട്രോൾ ചെയ്യാം, നമ്മുടെ മൈൻഡ് സെറ്റിനെ കൺട്രോൾ ചെയ്യാം. എങ്ങനെ ഞാൻ ഈ ഒരു ട്രേഡിനെ അപ്രോച്ച് ചെയ്യുന്നു, ഓക്കെ, ഈ ഒരു ട്രേഡിൻ്റെ ഔട്ട്കം ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നുണ്ടോ, ഓർ ഇതിൽ എനിക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണ്, ഈ ഇമോഷൻസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു വാശി പിടിക്കാതിരിക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. സോ ICT ട്രേഡേഴ്സിന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മൾ ICT ട്രേഡേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് എൻട്രി ക്രൈറ്റീരിയാസ് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചെക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും അല്ലേ. ലൈക്ക് ഒരു കീ പോയിന്റിൽ വരണം, ഒരു ഹയർ ടൈം ഫ്രെയിം PDRയിൽ വരണം, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അവിടുന്ന് ഒരു FEG ഫോം ചെയ്തിരിക്കണം, അതിൻ്റെ കൂടെ ഒരു ഓർഡർ ബ്ലോക്ക് വേണം, അതിൻ്റെ കൂടെ ഒരു ബ്രേക്കർ ബ്ലോക്ക് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കണം അല്ലേ. സോ ഈ കാര്യങ്ങൾ, ഈ ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് നമുക്കൊരു പ്രൈസ് പ്രഡിക്ഷൻ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അത് നമ്മൾ റൂൾസിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലെറ്റ്സ് സേ ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, FEG ഫോം ചെയ്തു. ഈ FEG ഫോം ചെയ്തതിന് ശേഷം അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. ഓക്കെ, എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണി അവിടെ കഴിഞ്ഞു. പിന്നെ മാർക്കറ്റ് എന്തോ കാണിച്ചോട്ടെ, പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോവുക, താഴോട്ട് പോവുക, നമ്മൾ ടാർഗറ്റിലേക്ക് പോവുക, സ്റ്റോപ്പ് ലോസിലേക്ക് പോവുക, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം എനിക്ക് എൻ്റെ ട്രേഡിങ്ങിൻ്റെ സിസ്റ്റത്തിനെ ബിലീഫുണ്ട്. എൻ്റെ കയ്യിൽ ഡേറ്റ ഉണ്ട്, ഹിസ്റ്റോറിക് ഡേറ്റ ഉണ്ട്, പ്രസൻറ്റ് കറണ്ട് മാർക്കറ്റിൽ ചെയ്ത ഡേറ്റയുണ്ട്. ആ ഒരു എന്താ പറയുക, ഡേറ്റേനെ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം മാത്രം മുന്നോട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീയിങ് ഫുള്ളി പ്രസൻറ്റ് ഡ്യൂറിങ് ദ ട്രേഡിംഗ് സെഷൻസ്. സോ ഇതെന്താണ് എക്സാക്ട്ലി ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ലെറ്റ്സ് സേ ഒരു ഹയർ ടൈം ഫ്രെയിം PDRAയിലേക്ക് മാർക്കറ്റ് വന്നു. ഓക്കെ. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെക്ക് ലിസ്റ്റുകൾ അച്ചീവ് ആയിട്ടുണ്ടോ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ റൂൾസ് എല്ലാം കറക്റ്റ് മാർക്കറ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നും പറഞ്ഞ് മാർക്കറ്റിൻ്റെ ഔട്ട്കം നമ്മൾ കൃത്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാനും പാടില്ല. അതായത് നമ്മളുടെ റൂൾസ്, നമ്മളുടെ ചെക്ക് ലിസ്റ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കീനായിട്ട്, നമ്മൾ നല്ല ഫോക്കസ് ആയിട്ട് മാർക്കറ്റ് ഏത് ഏരിയയിലാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. മൈൻഡിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആ ഒരു ട്രേഡിന് ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്ന റീസൺ എന്താണെന്ന് അറിയണം. എവിടെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നതെന്ന് അറിയണം. എവിടെയാണ് ഞാൻ ടാർഗറ്റ് വെക്കാൻ പോകുന്നതെന്ന് അറിയണം. എന്തുകൊണ്ട് ഞാൻ ആ ടാർഗറ്റ് ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ട്രേഡിൽ എനിക്ക് ഇത്ര എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, സോ ഈ ട്രേഡിൽ ഞാൻ എത്ര റിസ്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രീംലി നല്ലൊരു ഐഡിയയോട് കൂടി തന്നെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയും, അത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. എന്നും പറഞ്ഞ് മാർക്കറ്റിൻ്റെ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേക്ക് ഒബ്ജക്റ്റീവ് ഡിസിഷൻസ് എടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, നമ്മുടെ ടാർഗറ്റ് എവിടെ ആയിരിക്കണം, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിൽ എത്ര ഞാൻ റിസ്ക് ചെയ്യണം എന്നുള്ള കാര്യം കറക്റ്റ് ഒരു മെൻ്റലി ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. ഏത് സെഷനാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്, സെഷനിൽ കറക്റ്റ് ടൈമിൽ തന്നെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ഒരു ഫോക്കസ് ഉണ്ടാകും. ചുമ്മാ റാൻഡമായിട്ട് വന്ന് ഏതെങ്കിലും ഒരു ട്രേഡ് എടുത്തുകൊണ്ട് പോകലല്ല. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഞാൻ ട്രേഡിങ്ങിൻ്റെ ഔട്ട്കമ്മിനെയൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് ചുമ്മാ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കണം എന്നല്ല പറഞ്ഞത്. ഏത് പേരാണ്, എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുക്കുന്നു, ആ കാര്യങ്ങളെല്ലാം നമുക്കറിയണം. നമ്മളെ റൂൾസ്, നമ്മളെ ചെക്ക് ലിസ്റ്റ് എല്ലാം നമുക്ക് കറക്റ്റ് അറിയണം. ബട്ട് അതിൻ്റെ ഔട്ട്കമ്മിലേക്ക് നമ്മൾ അത്ര ഫോക്കസ്ഡ് ആയിരിക്കില്ല. കാരണം എനിക്ക് എൻ്റെ പാസ്റ്റ് പെർഫോമൻസിൽ ബിലീഫ് ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ മൂന്നാമത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ഔട്ട്കം. സോ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു ഔട്ട്കമ്മിലേക്ക് നമ്മൾ അത്ര ഫോക്കസ് ചെയ്യും. പുള്ളി ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ്. സോ ട്രേഡിംഗ് ഇൻ ദ സോൺ എന്ന് പറയുന്ന ബുക്കിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ഔട്ട്കം. സോ ഇത് അച്ചീവ് ചെയ്യൽ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ വന്ന് മൊബൈലൊക്കെ എടുത്ത് നോക്കാൻ തോന്നും. ഓക്കെ, ടാർഗറ്റ് ആയോ, എന്താ ടാർഗറ്റ് ആവാത്തെ, ഈ ടാർഗറ്റിൻ്റെ അടുത്ത് വരെ വന്നിട്ട് മേ ബി ഒരു റീട്രേസ്മെൻ്റ് ഒക്കെ തരുമ്പോഴത്തേക്ക് നമുക്ക് മെൻ്റലി ഇങ്ങനെ ഒരു ഫക്ഡ് അപ്പ് സിറ്റുവേഷൻ, ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. സോ ഇത് ഒരു 100% ഒക്കെ മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. ബട്ട് അത് ഇവഞ്ച്വലി മാറ്റാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് അത് മാറ്റിയെടുക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഔട്ട്കം എന്ത് സംഭവിച്ചാലും ഔട്ട്കം മാറ്റിയെടുക്കണം എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെ, ആ ഒരു അജണ്ടയോട് കൂടി തന്നെ ഔട്ട്കമ്മിലേക്കുള്ള അറ്റാച്ച്മെൻറ്റ് മാറ്റിയെടുക്കണം എന്നുള്ളൊരു ഇതിൽ അത്ര ഫോക്കസ്ഡ് ആയിരിക്കണം നിങ്ങൾ. ആ ഒരു അജണ്ട എപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. സോ ഇതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ ദ പ്രോസസ്സ്. ആ ഒരു എങ്ങനെ ഈ ഒരു അതായത് ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രേഡറായിട്ട് മാറുകയാണ് അല്ലേ. നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഗ്യാംബ്ലിംഗ് മെൻറ്റാലിറ്റിയോട് കൂടി വന്നു. ഇതിൻ്റെ ഹാർഡ് റിയാലിറ്റീസ് മനസ്സിലായി. ബട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യലും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അച്ചീവബിൾ ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകണം എന്നുള്ളൊരു വാശി, ഒരു ആഗ്രഹം, ഒരു ഡ്രീം പലരുടെയും ഉള്ളിൽ പിന്നീട് ഉണ്ടായി വരും. ഓക്കെ. സോ ആ ടൈമിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു വ്യക്തിയായി മാറുക, ഒരു പ്രൊഫഷണൽ ട്രേഡറായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്യണം, കുറച്ച് പ്രോസസ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ആ പ്രോസസ്സാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഒരു മെത്തേഡ് ഉണ്ടായിരിക്കുക, അതിനെ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു പ്രോസസ്സിനെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഓരോ ട്രേഡിലും ഓരോ ദിവസവും ഓരോ ട്രേഡ് സിസ്റ്റത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ടൈമിൽ മാത്രമല്ല, ഫുൾ ടൈം നമുക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ പാർട്ടാവുക നമ്മൾ. ഓക്കെ, നമ്മൾ ലൈഫിൽ എന്ത് ചെയ്താലും ഈ ഒരു പ്രോസസ്സിനെ, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുക, നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആക്ഷൻസ് ആയിരിക്കണം നമ്മൾ ലൈഫിൽ എടുക്കുന്നത്. ഓക്കെ. സോ ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ ഫോക്കസിങ് ഓൺ ദ പേഴ്സൺ യു ആർ ബിക്കമിങ്. സോ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കാശുണ്ടാക്കി എന്താ പറയുക, ആ ഒരു പേഴ്സണാലിറ്റി മാത്രമല്ല, ഇതിനെ എക്സ്ട്രീംലി എന്താ പറയുക ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി ഉള്ള
ഒരു വാരിയർ മെൻറ്റാലിറ്റി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ട്രേഡർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു പേഴ്സൺ നിങ്ങളൊരു പേഴ്സണാലിറ്റി ആയി മാറുവാണ്. ഓക്കെ. സോ ഇങ്ങനെ ഒരു ഡിസിപ്ലിനൊക്കെ ലൈഫിലൊരു ഡിസിപ്ലിൻ ഡെയിലി ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ റെയറായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. ഓക്കെ. സോ അത് അത്രയും പാടായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ജിമ്മിൽ പോയിട്ട് നാളെ ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും, പിന്നെ അടുത്ത ആഴ്ച മുതൽ ഇങ്ങനെ ഒന്ന് സ്കിപ്പ് ചെയ്താലോ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്താലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് വരും. അങ്ങനെ പൊതുവേ എല്ലാവർക്കും അങ്ങനെ ഒരു വരുന്നൊരു ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ഇതിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള നിങ്ങളെ പേഴ്സണാലിറ്റിയിലും നിങ്ങൾ ഓക്കെ ആണ്, അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ട്രേഡിങ്ങിലേക്ക് നിങ്ങൾക്ക് സക്സസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. സോ ഈ ഒരു റിയാലിറ്റി കൂടി മനസ്സിലാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ ആരാണ്, എങ്ങനെയാണ്, നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും, നിങ്ങൾ അറ്റ് ദിസ് ഏജ് ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരായിരിക്കും, എങ്ങനെയായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ പേരൻസിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, നിങ്ങളുടെ വൈഫിൻ്റെ ലൈഫ്, നിങ്ങളുടെ ചിൽഡ്രൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ ആ ഒരു പേഴ്സണായിട്ട് മാറുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. ആ ഒരു പേഴ്സണാലിറ്റിയിലൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. ദെൻ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, പ്രാക്ടീസ് മെഡിറ്റേഷൻ. ഓക്കെ. പ്രാക്ടീസ് മെഡിറ്റേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എനിക്ക് പേഴ്സണലി ഒരുപാട് ചേഞ്ചസ് എൻ്റെ ട്രേഡിങ്ങിൽ കൊണ്ടുവന്നൊരു കാര്യമാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സൈലൻ്റ് ആയിട്ടുള്ളൊരു റൂമിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. മേ ബി ഒരു 15 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ സൈലൻ്റ് ആയിട്ട് എൻ്റെ തോട്ട്സിൽ മാത്രം ഞാൻ എന്ത് ചെയ്യുക, അത്ര അറ്റാച്ച്ഡ് ആയിട്ട് ആ ഒരു എൻ്റെ സോളും എൻ്റെ മൈൻഡും എൻ്റെ ബോഡിയും ഒരുമിച്ച് ആവുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ. ആ ഒരു ഫേസിലേക്ക് നമ്മൾ പോവുക. സോ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ തോട്ട്സുമായിട്ട് നമുക്ക് സംസാരിക്കാനും നമ്മളുടെ ഡൗട്ടുകൾ, നമ്മളുടെ ഇമോഷൻസൊക്കെ സ്വയം സംസാരിച്ച് എന്ത് ചെയ്യാം, അത് നമ്മളെ ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കരിക്കുന്ന ഒരു കാര്യമാണ്. സോ 5 ടൈംസ് ഞാൻ പ്രെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ ഇനി എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇത് ആക്ച്വലി ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. സോ ഇദ്ദേഹം ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ്. ഓക്കെ. സോ ആളുടെ പോഡ്കാസ്റ്റുകൾ യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണ്. സോ ന്യൂറോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ആൾ പോസ്റ്റ് ചെയ്യുന്നത്. ന്യൂറോ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ ആളുടെ ചാനലിൻ്റെ പേര് ഹ്യൂബർമാൻ ലാബ് എന്നാണ്. ഓക്കെ. സോ ഞാൻ ആളുടെ ഒരു ഫാനാണ്, ആളുടെ വർക്കിൻ്റെ ഒരു ഫാനാണ്. അതായത് ഇപ്പോൾ പലർക്കും വരുന്നൊരു തോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രേഡിംഗ് എന്ന് പറയുന്ന കരിയറല്ലേ ഞാൻ പെർസ്യൂ ചെയ്യുന്നത്. സോ ഞാൻ ഈ എന്താ പറയുക, ലൈക്ക് ഈ ന്യൂറോ സയൻസ് പോലുള്ള അല്ലെങ്കിൽ ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു തോട്ടിലേക്ക് പോവും. ആക്ച്വലി ഞാൻ ഇവിടെ പറഞ്ഞു എന്താണ്, നിങ്ങളുടെ ഈ ഒരു ട്രേഡിംഗ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറണമെന്ന് ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു അല്ലേ. സോ നല്ലൊരു ഹ്യൂമൻ ബീയിങ് നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സോളും ഈ മൂന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. മറ്റൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നൊരു റീലല്ല, യൂട്യൂബിൽ കാണുന്നൊരു വീഡിയോ അല്ല, ഒരു പോസ്റ്റല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ ബോസ് അല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ സോളും നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം. സോ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ന്യൂറോ സയൻസ്. എങ്ങനെയാണ് നമ്മളുടെ ബയോളജി ഓപ്പറേറ്റ് ചെയ്യുന്നത്, നമ്മളെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഓരോ ഫീലിങ്സ് നമുക്ക് തോന്നുമ്പോൾ എന്തൊക്കെ കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതും പോലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരുപാട് അഡ്വാൻറ്റേജ് ആക്കിയെടുക്കാൻ പറ്റും. ലെറ്റ്സ് സേ എനിക്ക് പെട്ടെന്ന് കുറച്ച് ഷുഗർ തിന്നാൻ വേണ്ടി തോന്നുകയാണ്. സോ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഷുഗറിനോട് പെട്ടെന്നൊരു ക്രേവിങ് വന്നത്, അപ്പോൾ എന്ത് കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്, അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷുഗർ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് സംഭവിക്കുക, എൻ്റെ ബോഡിയിൽ എന്തൊക്കെ എഫക്റ്റാണ് സംഭവിക്കാൻ പോകുന്നത്, അപ്പോൾ അതിനെ ഞാൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ന്യൂറോ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുമ്പോഴത്തേക്കും നമുക്കത് കിട്ടും.
ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന കരിയറാണ് നിങ്ങൾ പെർസ്യൂ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഞാൻ എടുക്കൂ എന്നുള്ളൊരു വാശി പിടിക്കാതിരിക്കുക. നിങ്ങളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ. സോ നിങ്ങൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോഡ്കാസ്റ്റ്, ഈ ആൻഡ്രൂ ഹ്യൂബർമാൻ്റെ ഹ്യൂബർമാൻ ലാബ് എന്ന് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റ്, ഈ ചാനൽ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു വീഡിയോ മെഡിറ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ്. ഓക്കെ, ഈ ഒരു പോഡ്കാസ്റ്റ്. സോ അടിപൊളി ഒരു വർക്കാണ് പുള്ളിയുടേത്. പിന്നെ ഈ ഒരു ബുക്ക്, ദി ആർട്ട് ഓഫ് ഇമ്പോസിബിൾ, എ പീക്ക് പെർഫോമൻസ് പ്രൈമറാണ്. സോ ഇത് സ്റ്റീവൻ കോട്ട്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓതറിൻ്റെ ബുക്കാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ബുക്കാണ് കേട്ടോ. ഞാൻ റീഡ് ചെയ്തിട്ടുള്ളതിൽ ന്യൂറോ സയൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. സോ നമ്മളുടെ ഇമോഷൻസും ന്യൂറോ സയൻസ് തന്നെയാണ്, ബ്രെയിനിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോട്ടിവേഷൻ, ഡ്രൈവ് പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു, സോ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, നമ്മളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. ഓക്കെ. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാം. എനിക്ക് തോന്നുന്നു ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അറൗണ്ട് ഒരു 1000-2000 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു. സോ ഇതുപോലുള്ള ബുക്കുകൾ മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കും. നിങ്ങൾ കാരണം നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറണം. ഓക്കെ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്രാക്ടീസ് മെഡിറ്റേഷൻ. പിന്നെ ജേർണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ട്രേഡിങ് ജേർണൽ ചെയ്യുക, അതുപോലെ തന്നെ ലൈഫ് ഓൾസോ ജേർണൽ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. സോ ട്രേഡിങ് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോഷൻ എന്ന് പറയുന്നിട്ട് ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോഷൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അവൈലബിൾ ആണ്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേണി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജേർണലിങ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് ഓൾസോ ജേർണൽ ചെയ്യുക. സോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ഓരോ സിറ്റുവേഷൻസിലൂടെ ഡെയിലി കടന്നു പോകുന്നുണ്ടല്ലേ. പോസിറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും, നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഓരോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് ഓരോ ലെസൺസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. പലരും ചെയ്യും ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിലൊക്കെ കടന്നു പോകുമ്പോഴത്തേക്കും അതിൽ നിന്നും റെസ്പോൺസിബിലിറ്റീസിൽ നിന്നൊക്കെ മാറിപ്പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് പെട്ടെന്ന് പ്രാർത്ഥിക്കും, ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് മാറ്റി തരാനൊക്കെ പ്രാർത്ഥിക്കും. ശരിക്കും ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്നും ഞാൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം നമുക്കതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് പഠിക്കുക. ആ ലൈഫിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം ഓൾസോ ജേർണൽ ചെയ്ത് വെക്കുക. എനിക്ക് ആക്ച്വലി ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് ഉണ്ട്, അതിൽ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കും. സോ എഴുതി തന്നെ വെക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈഫ് ഓൾസോ ജേർണൽ ചെയ്യാം. ലൈഫിൽ നിന്ന് ഓരോ സിറ്റുവേഷൻസ് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്തു, അത് ആ ആളെ എങ്ങനെ അഫക്റ്റ് ചെയ്തു, ഞാൻ എങ്ങനെ ചെയ്യരുതായിരുന്നു, എങ്ങനെ ചെയ്യണമായിരുന്നു, എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈമിൽ എനിക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്രേവിങ്സ് വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഓരോ സിറ്റുവേഷനിൽ നിന്നും ഓരോ കാര്യങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ട്രേഡിങ്ങിലും എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ട്രേഡ്സ് എടുക്കുമ്പോൾ, ട്രേഡ് എടുത്തില്ലെങ്കിൽ കൂടി ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ എന്താണ് നടന്നത്, മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോയി, അത് പോകാനുള്ള റീസൺ എന്തായിരുന്നു, ന്യൂസ് എന്തൊക്കെയായിരുന്നു, ന്യൂസിൻ്റെ ടൈമിൽ എങ്ങനെയൊക്കെ റിയാക്ട് ചെയ്തു, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നോഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ ട്രേഡ്സ് ജേർണൽ ചെയ്ത് വെക്കുക. സോ അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്ത് വെച്ചോളൂ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട്, നോഷൻ യൂസ് ചെയ്തിട്ട് ട്രേഡ്സ് ജേർണൽ ചെയ്യാമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം അലൈൻമെൻറ്റ്. നമുക്കൊരു ചൂസ് എ ട്രേഡിംഗ് സിസ്റ്റം ദാറ്റ് അലൈൻസ് വിത്ത് യുവർ പേഴ്സണാലിറ്റി ആൻഡ് റിസ്ക് ടോളറൻസ്. സോ പലർക്കും പല പേഴ്സണാലിറ്റിയാണ്. ഓക്കെ. സോ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഫ്രീ ആണ്. സോ എനിക്ക് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ ഒരു എനർജി ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ആയിരിക്കും കുറച്ചുകൂടി എനർജി കൂടുതൽ കമ്പയറിങ് ടു ന്യൂയോർക്ക് സെക്ഷൻ. ആ ഒരു ടൈമിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരുന്നിട്ട് ബുക്ക് റീഡിങ് പോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സണാലിറ്റീനെ അലൈൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസ്ക് ടോളറൻസിന്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിനെയൊക്കെ അലൈൻ ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങളൊരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ. സോ നല്ല ട്രേഡ് എപ്പോഴും ന്യൂയോർക്കിലായിരിക്കും അല്ലെങ്കിൽ ലണ്ടനിലായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ലണ്ടൻ മാത്രമേ ചെയ്യുള്ളൂ, ഞാൻ ഭയങ്കര ബിസി ആയിട്ടുള്ള ടൈമാണ് ലണ്ടൻ സെഷൻ, എങ്കിലും ഞാൻ ലണ്ടനിൽ തന്നെ ട്രേഡ് ഫോക്കസ് ചെയ്യാം, അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നിങ്ങൾ പോകരുത്. പകരം എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ അലൈൻ ചെയ്യുന്ന രീതിയിൽ
നിങ്ങൾ കാരണം നമ്മൾ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ, നല്ല തിരക്കായിട്ടിരിക്കുന്ന ഒരു ടൈമിലൊക്കെ നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഭയങ്കര മോശമായിട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്ലസ് നിങ്ങളുടെ സ്ട്രെസ് അതിൽ സ്ട്രെസ് കൂടത്തേ ഉള്ളൂ. സ്ട്രെസ് കൂടുമ്പോഴേക്കും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ഇത് റിസൾട്ട് കുറഞ്ഞു വരും. ഓക്കെ, സോ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കീ ടേക്ക് അവേസ് ഫ്രം ദിസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് സക്സസ് ഈസ് 80% സൈക്കോളജിയാണ്. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, 80% ഓഫ് ദ ടൈമും ടെക്നിക്കൽ അല്ല ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്, സൈക്കോളജിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ചിലർ പറയും ICT ആണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി, അല്ലെങ്കിൽ SMC ആണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നൊക്കെ പറയും. ബട്ട് ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ട്രാറ്റജീസും വർക്കാകും. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈക്കോളജിയാണ്. ഓക്കെ, സോ മാസ്റ്റർ യുവർ മൈൻഡ് ഫസ്റ്റ്. ഞാൻ പറയും മാസ്റ്റർ യുവർ മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൺട്രോളിലായി കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റാച്ച് ഫ്രം ഔട്ട്കം. ഔട്ട്കമ്മിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുക. ആ ഒരു നിങ്ങളുടെ ട്രേഡിങ് സിസ്റ്റത്തിന് നിങ്ങൾ ബിലീവ് ചെയ്യുക. ആ ഒരു ഔട്ട്കം എന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റോടുകൂടി മുന്നോട്ട് പോവുക. പിന്നെ അതിനുശേഷം അക്സെപ്റ്റ് അൺസർട്ടനിറ്റി. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു റിഗ്ഡ് ഗെയിമാണ്. ഒരുപാട് മാനിപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിനെ ബിലീവ് ചെയ്തുകൊണ്ട് എക്സിക്യൂഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബാക്കി അൺസർട്ടനിറ്റീസ് നിങ്ങൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബി പ്രസൻറ്റ് ആൻഡ് മൈൻഡ്ഫുൾ. സോ ബി പ്രസൻറ്റ് ആൻഡ് മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിൻ്റെ റീസൺ എടുക്കാനുള്ളൊരു റീസൺ, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, റിസ്ക് എത്രയാണ്, ടാർഗറ്റ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയിരിക്കണം. എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വന്നിട്ട് ഓക്കെ എന്തുകൊണ്ട് നീ ട്രേഡ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് അതിൻ്റെ ക്ലിയർ ആൻഡ് കൺഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. സോ ഈ ഒരു കേസിന് ഇതിനെയാണ് ബി പ്രസൻറ്റ് ആൻഡ് മൈൻഡ്ഫുൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് ഗോ ഓഫ് ഈഗോ. സോ ഈഗോൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് രീതിയിൽ ഞാൻ പറയേണ്ടി വരും. അതായത് ട്രേഡിങ്ങിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ഈഗോയും പാടില്ല. ബട്ട് ലൈഫിൻ്റെ കേസിൽ നിങ്ങൾക്ക് കൺട്രോൾഡ് ഈഗോ വേണം എന്ന് ഞാൻ പറയും. ഒരു ഈഗോ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് ഞാൻ പറയില്ല, ബട്ട് ഒരു കൺട്രോൾഡ് ഈഗോ വേണം. അതായത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേരൻസ്, എൻ്റെ വൈഫ്, എൻ്റെ ചിൽഡ്രൻ, ഇവരൊക്കെ എന്ത് ചെയ്യണം, ഇവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയണം. അതാണ് എൻ്റെ ഈഗോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ റെഡിയാണ്. ബട്ട് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിയണം. ഓക്കെ, സോ ഇങ്ങനെ ഒരു കൺട്രോൾഡ് ഈഗോ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. ബട്ട് ട്രേഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ഈഗോനെ ബേസ് ചെയ്തിട്ട് ഓക്കെ ഇന്ന് എൻ്റെ പേരൻസിന് ഞാൻ ഇന്ന കാര്യങ്ങൾ ഗിഫ്റ്റുകൾ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്നപ്പോൾ തോനെ കാശുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിസ്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും ഡിഫറെൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഒരു ബാലൻസ് മനസ്സിലാക്കിയിട്ട് അതിന് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പോകണം. ഓക്കെ, ദെൻ കീപ്പ് എറ്റ് ജേർണിംഗ് ട്രേഡർ. നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഒരു ട്രേഡിംഗ് ജേർണൽ വേണം. നിങ്ങൾക്കൊരു ട്രേഡ്സിനെ നിങ്ങൾ ജേർണൽ ചെയ്യണം, പ്ലസ് നിങ്ങളുടെ ലൈഫിലെ ലൈഫിനെ നിങ്ങൾ ജേർണൽ ചെയ്യണം. ലൈഫിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ദെൻ യുവർ സിസ്റ്റം മസ്റ്റ് ഫിറ്റ് യു. അതായത് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കണ്ടുപിടിക്കരുത്. നിങ്ങൾ ടൈമിൽ നല്ലൊരു സെഷനാണ്, എയ്തർ ലണ്ടൻ ഓർ ന്യൂയോർക്ക് ആയിരിക്കും നമ്മളധികം ഫോക്കസ് ചെയ്യുന്നത്. സോ ഏറ്റവും തിരക്കായിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ കയറി ട്രേഡിങ്ങിൽ ഇരിക്കാത്തതാവും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത്. നിങ്ങളുടെ ലൈഫിനെയും ഫിനാൻഷ്യൽ സിറ്റുവേഷനെയൊക്കെ അലൈൻ ചെയ്ത് വരുന്ന ഒരു ടൈമിൽ നിങ്ങളുടെ മെത്തേഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ സിംപ്ലിസിറ്റി വിൻസ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ട്രേഡിംഗ് സിസ്റ്റമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം ICT, എസ്പെഷ്യലി ICT കൺസെപ്റ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ OT, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, MMXM, പിന്നെ PO3, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഒരു 2 കൺഫർമേഷൻ ഒക്കെ യൂസ് ചെയ്തിട്ട്, ഞാൻ പേഴ്സണലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PO3, പവർ ഓഫ് 3 പ്ലസ് MMXM, ഇത് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ അത്രയും മതി. ഇത്രയും സിമ്പിളായിട്ടൊരു കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് ജേണി ഇമ്പ്രൂവ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. സോ ഈ ജേണി അലോങ് നിങ്ങൾ എന്ത് ചെയ്യാം, ജേണൽ ചെയ്ത് കൂടി പോവുക. ഓക്കെ, സോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്, നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് അടിച്ചിങ്ങനെ നിൽക്കുകയാണ്, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ പറ്റില്ലേ എന്നൊക്കെയുള്ള സെൽഫ് ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു വെക്കുക. ഡു യു നോ ദാറ്റ് സ്റ്റേയിങ് കാം കുഡ് ബി യുവർ ബിഗ്ഗസ്റ്റ് ട്രേഡിംഗ് എഡ്ജ്? സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക,
നിങ്ങളൊരു നിങ്ങളുടെ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുന്നിൽ ലാപ്പ് തുറന്നിട്ട് ചാർട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ആ ഒരു ട്രേഡിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും വെറീഡ് അല്ല. നിങ്ങൾ കുറച്ച് ലോസ് കാണുന്നുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് വെറീഡ് അല്ല. അങ്ങനൊരു നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. അങ്ങനൊരു വ്യക്തിയല്ലേ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്? ശരിക്കും ഇമാജിൻ ചെയ്ത് നോക്കുക. സേ യെസ് ഓർ നോ. ആർ യു റെഡി ടു ലെറ്റ് ഗോ ഓഫ് ഇമ്പൾസീവ് ട്രേഡ്സ് ആൻഡ് സ്റ്റാർട്ട് ട്രേഡിംഗ് വിത്ത് പർപ്പസ്? ചുമ്മാ വന്നിട്ട് എന്തുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തു എന്നുള്ള കാര്യമൊന്നും അറിയാതെ ഒരു പർപ്പസ്ഫുള്ളി വന്നിരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു വ്യക്തിനെ അല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? സോ ഇങ്ങനെ ഒരു വ്യക്തിനെയാണ് നിങ്ങൾ ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങൾ അലൈൻ ചെയ്യുന്നത് യെസ് ആണ് നിങ്ങളുടെ ആൻസർ എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, isn't it time to trade like the person you can become? ഓക്കെ. സോ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യെസ് ആണ് തോന്നിയെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രേഡറായിട്ട് നിങ്ങളെ ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ഇമാജിനേഷനെ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്താണ് അത് മീൻ ചെയ്യുന്നത്? അതായത് ട്രേഡിംഗ് ഡെസ്കിൽ വന്നിട്ട് സിമ്പിളായിട്ട് ഒട്ടും ബോധേഡ് അല്ലാത്ത ഒരു ട്രേഡറായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു പർപ്പസ്ഫുൾ ആയിട്ട് ഒരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ റിയാലിറ്റിയിൽ നിങ്ങൾക്കിത് റിയാലിറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ റിയാലിറ്റി ആക്കി എടുക്കുക, അല്ലെങ്കിൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഫിസിക്കൽ റിയാലിറ്റിയിൽ ഒരു കാര്യം കൊണ്ടുവരുന്നതിനാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് ആ ഒരു ഇമാജിനേഷനെ കൊണ്ടുവരുന്നതിനാണ് ആക്ച്വലി റിയലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കതൊരു ഫിസിക്കൽ റിയാലിറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേണായിട്ട് ബിലീവ് ചെയ്യുക. നിങ്ങൾക്കിത് പറ്റുമെന്നുള്ളൊരു കാര്യം സ്റ്റേണായിട്ട് ബിലീവ് ചെയ്യുക. നിങ്ങൾക്കൊരു സിസ്റ്റം വേണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ജേർണൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ജേർണലൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആ ഒരു പ്രോസസ്സ് ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ ആയി തീരാൻ പോകുന്ന ഒരു ഹ്യൂമൻ ബീങ്, ഇതിനെയൊക്കെ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് മാത്രമേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനിയും ഇതേപോലുള്ള എന്തെങ്കിലും കണ്ടൻസ്, സൈക്കോളജി റിലേറ്റഡ് കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ വായിക്കുന്ന ബുക്സിൽ നിന്നും എനിക്ക് കിട്ടുന്ന ലെസൺസ് ഓൾസോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ താങ്ക് യു എവ്രി വൺ. ബൈ.